കാലങ്ങളായി സിനിമാ ലോകത്ത് കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഏതൊരു ഭാഷയിലുള്ള സിനിമയിലായി കഴിഞ്ഞാലും ഒരു വലിയ താരനിര തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഓരോ ഭാഷയുടെയും സിനിമയോടുള്ള അഹങ്കാരം അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നത്. മലയാളത്തിലായാൽ ദ ലെജൻഡറി മോഹൻലാലും മമ്മൂട്ടിയും, അതുകൂടാതെ ദിലീപ്, സുരേഷ് ഗോപി, ജയറാം എന്നിങ്ങനെ വലിയൊരു താരങ്ങളുടെ നിര തന്നെയുണ്ട്. തമിഴിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കമൽഹാസൻ, രജനീകാന്ത് തുടങ്ങി മറ്റൊരു താരനിരയും നമുക്ക് കാണാൻ സാധിക്കും. അതിലുപരിയായിട്ട് വിജയ്, സൂര്യ, അജിത് എന്നിങ്ങനെ യുവ താരനിരകളുമുണ്ട്. ഇതുപോലെ ഹിന്ദിയിലായാലും തമിഴിലായാലും കന്നഡയിലായാലും മറാത്തിയിലും തെലുങ്കിലും ഒക്കെ ആയി കഴിഞ്ഞാലും ഓരോ ഭാഷയിലും ഓരോ കാലഘട്ടത്തിലും ഓരോ താരനിരകൾ ഉയർന്നു വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും രജനികാന്തിനെയും അതുപോലെ തന്നെ കമലഹാസനെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന വലിയൊരു മെഗാസ്റ്റാർ തെലുങ്കിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചിരഞ്ജീവി. അദ്ദേഹം ഈയിടെയായിട്ട് ഒരു എന്താ പറയാ, ഒരു കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മെഗാസ്റ്റാർ എന്നുള്ള പേര് അദ്ദേഹത്തിന് മാത്രം യോജിച്ചതാണ്, അത് അദ്ദേഹത്തിന്റെ മാത്രമായിട്ട് അദ്ദേഹം ഒരു എന്താ പറയാ ഒരു പെർമിറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു പേര് തനിക്ക് സ്വന്തമായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് സിനിമാ ലോകത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റാർ എന്ന പദവി തന്റേതു മാത്രമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു ഹർജിയൊക്കെ നമ്മുടെ ചിരഞ്ജീവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് എന്താ പറയാ, മലയാളം ഉൾപ്പെടെയുള്ള മറ്റു ലാംഗ്വേജിലുമുള്ള സിനിമ ആരാധകരൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ആക്ഷൻ ഹീറോ തന്നെയായിരുന്നു ചിരഞ്ജീവി എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു 2005, 2006 കാലഘട്ടത്തോടൊക്കെ അടുപ്പിച്ച് സിനിമാ മേഖലയിൽ നിന്ന് പതിയെ മാറി നിൽക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം നല്ല സിനിമകളുടെ ഭാഗമാവുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. സിനിമാ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കത്തി എന്ന് പറയുന്ന വിജയ് തമിഴിൽ വലിയ ഹിറ്റാക്കി മാറ്റിയ കത്തി എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കുമായി പിന്നീട് സിനിമയിലേക്ക് കടന്നു വരികയും ചെയ്തു. ആ ഒരു സിനിമ വലിയ വിജയം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് പണ്ടുണ്ടാക്കിയ ഒരു സ്റ്റാർഡം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളൊക്കെ വലിയ രീതിയിലുള്ള പരാജയമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ അദ്ദേഹം 2025 അവസാനത്തോട് കൂടിയിട്ട് ചെയ്തു വെച്ചിരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമയുണ്ടായിരുന്നു, മനശങ്കര വരപ്രസാദകാരു എന്ന് പറയുന്ന സിനിമ. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് തന്നെ 240-ലധികം കോടികൾ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിന്റെ സമ്പൂർണമായിട്ടുള്ള വിജയത്തിന് പിന്നാലെ ഈ പറയുന്ന ചിരഞ്ജീവി ഇതിന്റെ സംവിധായകന് വലിയ ഒരു ഡിഫൻഡർ കാർ സമ്മാനമായിട്ട് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തിന്റെ പ്ലോട്ട് തന്നെയാണ്. ഈ ഒരു പ്ലോട്ട് വെച്ചിട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായിട്ട് ഇതിനു മുൻപേ തന്നെ പല സിനിമകൾ, പല താരങ്ങൾ അഭിനയിച്ച് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. ഈ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ വിജയമായിരുന്നു. അതായത് ഭാര്യയോട് പിണങ്ങി നിൽക്കുന്ന ഭർത്താവ് പിന്നീട് ഭാര്യയുടെ സംരക്ഷകനായി മാറുകയും അങ്ങനെ നടക്കുന്ന കഥയാണ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകൾ ഇറങ്ങുകയും ഈ സിനിമകളൊക്കെ തന്നെ വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ തമിഴിൽ അജിത് അഭിനയിച്ച വിശ്വാസം എന്ന് പറയുന്ന ചിത്രമുണ്ട്. അതുപോലെ തന്നെ തെലുങ്കിൽ തന്നെ വെങ്കടേഷ് അഭിനയിച്ച മറ്റൊരു ചിത്രത്തെ കൂടി ഇതിന്റെ അകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് വന്നാലോ. തെലുങ്കിലെ ഈ വർഷത്തെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ചിരിക്കുകയാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവി. അനിൽ രവിപുടി സംവിധാനം ചെയ്ത മനശങ്കര വരപ്രസാദകാരു ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ്. റിലീസ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ 240-ലധികം കോടികൾ ചിത്രം ഇപ്പോഴേ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. NSG കമാൻഡറായ ശങ്കര വരപ്രസാദ് ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. മകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ശങ്കർ അവർ പഠിക്കുന്ന സ്കൂളിൽ PT ടീച്ചറായി എത്തുന്നതാണ് ചിത്രത്തിന്റെ കഥ. എന്നാൽ ഇതേ കഥയിൽ തന്നെ മുൻപ് റിലീസായ ചില ചിത്രങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. 2007 ഇതേ കഥയിൽ ആദ്യത്തെ സിനിമ പുറത്തിറങ്ങിയത്. വെങ്കടേഷ് ദഗുപട്ടിയെ നായകനാക്കി ബോയ്പത്തി ശ്രീനു സംവിധാനം ചെയ്ത് 2007 പുറത്തിറങ്ങിയ തുളസി എന്ന സിനിമയുടെ കഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. തുളസിറാം എന്ന പഴയ ഗ്യാങ്സ്റ്റർ പിണങ്ങിപ്പോയ തന്റെ ഭാര്യയെയും മകനെയും ഒപ്പം കൂട്ടാൻ വേണ്ടി ആർക്കിടെക്റ്റായി വേഷമിടുന്നതാണ് ഈ ചിത്രത്തിന്റെ കഥ. തെലുങ്കിൽ വൻ വിജയമായ ചിത്രം മലയാളത്തിലും ഡബ് ചെയ്ത് പുറത്തിറക്കിയിരുന്നു. നയൻതാരയാണ് ചിത്രത്തിൽ നായികയായി വേഷമിട്ടത്.
11 വർഷങ്ങൾക്ക് ശേഷം ഇതേ കഥയെ ചില്ലറ മാറ്റങ്ങളോടെ തമിഴിലേക്ക് പറിച്ചു നട്ടു. അജിത്തിനെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത വിശ്വാസത്തിന്റെ പ്ലോട്ടും ഇതുപോലെ തന്നെയാണ്. തൂക്കുതുരൈ എന്ന ലോക്കൽ ഗ്യാങ്സ്റ്ററിന്റെ മേൽ ശത്രുക്കൾക്കുള്ള പക അയാളുടെ കുടുംബത്തെ ബാധിക്കുന്നു. പിന്നാലെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി നാടുവിടുന്നു. വർഷങ്ങൾക്ക് ശേഷം മകളെ കാണാൻ ആഗ്രഹിക്കുന്ന തൂക്കുതുരൈ അവളുടെ പേഴ്സണൽ സെക്യൂരിറ്റിയായി എത്തുകയും മകളെ ആക്രമിക്കാനെത്തുന്നവരെ നേരിടുകയും ചെയ്യുന്നതായിരുന്നു വിശ്വാസത്തിന്റെ കഥ. 2018 പൊങ്കൽ റിലീസായി എത്തിയ വിശ്വാസം രജനികാന്ത് ചിത്രമായ പേട്ടയെ തകർത്ത് ക്ലാഷ് വിന്നറായി മാറി. 8 വർഷത്തിനു ശേഷം മറ്റൊരു സംക്രാന്തിക്ക് ഇതേ കഥ വീണ്ടും പ്രേക്ഷകരിലെത്തിയിരിക്കുകയാണ്. കണ്ടുമടുത്ത കഥയാണെങ്കിലും അവതരിപ്പിച്ച രീതിയിൽ വ്യത്യാസമുള്ളതിനാൽ മനശങ്കര വരപ്രസാദകാരു വിജയിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിലും നയൻതാര തന്നെയാണ് നായിക. തുളസിയിൽ നായകനായ വെങ്കടേഷ് രഘുപട്ടി മനശങ്കര വരപ്രസാദകാരുവിൽ അതിഥി വേഷത്തിലെത്തിയിട്ടുമുണ്ട്. ഒരേ കഥയെ ആസ്പദമാക്കി 3 സിനിമ ഒരുങ്ങുന്നത് പുതിയ കാര്യമല്ല. എന്നാലും 3ലും ഒരാൾ തന്നെ നായികയാവുന്നത് വല്ലാത്ത യാദൃശ്ചികതയാണുള്ളത്.